എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സിലിപ്പോൾ ഏറെ മോഹിക്കുന്ന ആഗ്രഹം നടക്കുമോ എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം പച്ചക്കുതിര ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിൽ നിങ്ങൾക്കെപ്പോഴും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നിങ്ങൾ നേരിട്ടു. ഒരിക്കലും നിലനിന്ന് പോകാൻ പോലും കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. അത്ര വലിയ പ്രതിസന്ധികളാണ്. എപ്പോഴും നിങ്ങൾക്ക് തന്നെയായിരുന്നു പ്രതിസന്ധികൾ. അപ്പോൾ അത് കാണുമ്പോൾ ചില ആളുകൾ ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ദുരിതം, എനിക്കൊരു നന്മ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം എന്താണ് ഉണ്ടാകാത്തത്, ഞാൻ എത്ര കാലമായിട്ട് ഈ ദുരിതങ്ങളൊക്കെ സഹിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ജീവിതം അങ്ങനെ പോകുന്നു. പക്ഷെ പ്രതീക്ഷ നിങ്ങൾ കൈവിട്ടില്ല. എന്നെങ്കിലും എൻ്റെ ശക്തി, ഞാൻ വിശ്വസിക്കുന്ന ആ പോസിറ്റീവ് എനർജി ഏതുമായിക്കൊള്ളട്ടെ, എന്നെ സഹായിക്കും. സഹായങ്ങൾ കിട്ടാഞ്ഞിട്ടും നിങ്ങൾക്ക് ആ വിശ്വാസത്തിലൊരു കുറവുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കങ്ങനെ സാധിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചത്, ഭാരമേൽപ്പിച്ചത് കേവലം അപ്പോൾ കിട്ടുന്ന ലാഭങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയല്ലായിരുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ അതുപോലെ തന്നെ. നിങ്ങൾ ബന്ധങ്ങളെ കണ്ടതും ബന്ധങ്ങളുമായിട്ട് നിലപാടെടുത്തതും ഒക്കെ അതുപോലെ തന്നെ. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു ദിവസം ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ശക്തി അറിഞ്ഞ് എന്നെ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷിക്കും എന്ന ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ എത്തിയിട്ടില്ല. ഒരുപാട് പേര് നിങ്ങളുടെ മുഖത്ത് നോക്കി സഹതപിക്കുന്നവരുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി? പക്ഷെ അവർക്കാർക്കും ഉള്ളിൽ തട്ടിയൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിങ്ങളുടെ അവസ്ഥ മുതലെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ നിങ്ങളെ കുത്തി നോവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അവസ്ഥയിൽ. പക്ഷെ അതൊന്നുമല്ല. ജീവിതത്തെ ഒരു പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ജീവിതത്തെ ഒരു പോസിറ്റീവ് ദർശനത്തോടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ആത്മബലം ഉണ്ടല്ലോ. ഇരുൾ അടഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ലാഞ്ഞിട്ടും നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നല്ലത് വരാനും നല്ലത് ഉണ്ടാകാനും നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താകില്ല. എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും മാറ്റിക്കൊണ്ട് നന്മ നിങ്ങളിലേക്ക് വരികയാണ്. അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ദിവസം മുതൽ നിങ്ങളിലേക്ക് വരുന്ന ആ നന്മ നിങ്ങൾക്ക് കീർത്തിയും അധികാരവും ഒക്കെ നൽകും. മുമ്പ് നിരാശയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആത്മസംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരൻ എന്നെ രക്ഷിച്ചല്ലോ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഓരോന്നും എൻ്റെ ശക്തി കേട്ടല്ലോ എന്ന ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ശക്തി നിങ്ങളെ അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഈ വഴിദൂരം ഇങ്ങനെ നിങ്ങളുണ്ടാകില്ലായിരുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ആ ശക്തി നിങ്ങളുടെ മനസ്സിൽ കാത്തിരുന്ന ആഗ്രഹം സാധിക്കുന്നതിന് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അത് നിങ്ങളെ സഫലീകരിക്കും. അന്ന് ഒരുപാട് പേർ നിങ്ങളെ പിന്താങ്ങുവാനുണ്ടാവും, നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ മുൻപുണ്ടായിരുന്ന, ഒന്നുമില്ലായിരുന്ന കാലത്ത് നിങ്ങൾക്കൊപ്പം നിന്നവരെ മറക്കരുത്. അവർക്ക് കൂടുതൽ പരിഗണന നൽകുക. അല്ലാത്തവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ നന്മ കാണുമ്പോൾ ഓടിക്കൂടുന്ന ചില ആളുകൾ ഓടിക്കൂടാൻ വ്യഗ്രത കാണിച്ചു വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ പ്രേക്ഷകർക്കും അടുത്ത ഫയലിലേക്ക് സ്വാഗതം. ഫയല് പക്ഷി ആയിട്ടുള്ള ഫയല് മൈന എന്ന ഫയല് സ്വീകരിച്ച വ്യക്തിയുടെ റീഡിങ്ങിലേക്ക് പോകാം. ഒന്നും അവകാശപ്പെടാതെ സൗമ്യമായി ജീവിച്ചു പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്. നിങ്ങളുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ഒന്നും ഒരിടത്തും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ജനിച്ചിടത്തും പ്രവർത്തിച്ചിടത്തും വിവാഹം കഴിച്ചു വന്നിടത്തും എല്ലായിടത്തും നിങ്ങളുടെ ജീവിതത്തിലെ നാനാ മേഖലകളിലും അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അർഹതപ്പെട്ടത് എല്ലാവരും തട്ടിയെടുത്തപ്പോഴും ക്ഷമയോടെ നോക്കി നിന്ന ഒരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത്.
ആരോടും തനിക്ക് ഇന്നതേ കിട്ടിയേ തീരൂ, തനിക്ക് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ തൻ്റെ ഈശ്വരൻ, തൻ്റെ ശക്തി, തൻ്റെ പോസിറ്റീവ് എനർജി നൽകുന്നത് മാത്രമേ എനിക്ക് ലഭിക്കൂ എന്നുള്ള കൃത്യമായ ചിന്ത നിങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ പലതും പറഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാതെ ഈശ്വര ചിന്തയെയും ആത്മീയ ദർശനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നിന്നത്. വളഞ്ഞ വഴികൾ ഒരുപാടുണ്ടായിരുന്നു. ആളുകൾ ഒരുപാട് വളഞ്ഞ വഴി ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ആ വഴി, ഈ വഴി, ഇപ്പം നേടാം, എളുപ്പം നേടാം, മറ്റുള്ളവരെ മറികടക്കാം. അതൊന്നും നിങ്ങൾ കേട്ടില്ല. തൻ്റെ ശക്തി തൻ്റെ പടിവാതിക്കൽ ഒരിക്കൽ താൻ ആഗ്രഹിച്ചത് കൊണ്ട് നൽകും. ഇനിയില്ലെങ്കിൽ ഞാൻ ഇതോടെ പോകുന്നു. ധാർമ്മികവും സത്യവും ആദർശവും വിട്ട ഒരു ജീവിതത്തിന് നിങ്ങൾ ഒരു കാലത്തും തയ്യാറല്ലായിരുന്നു. അങ്ങനെ നിന്ന് നിങ്ങളെ ഒരുപാട് ആൾക്കാർ പുച്ഛിച്ചിട്ടുണ്ട്. നീയല്ലാതെ മറ്റെല്ലാവരും രക്ഷപ്പെട്ടു, നീയല്ലാതെ മറ്റെല്ലാവർക്കും വിജയം ഉണ്ടായി, എന്നിട്ട് നിനക്കെന്തുകൊണ്ട് വിജയം ഉണ്ടായില്ല, നീ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു, അതൊക്കെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അവർ തെറ്റിലേക്കും അധാർമികതയിലേക്കും നിങ്ങളെ വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. നിങ്ങളെ വഴിതെറ്റിച്ചിട്ട് നാളെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വലിയ നന്മകൾ അതിന് നിങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലും അവർ പരിപാടികളൊക്കെ ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരൻ അനുഗ്രഹിച്ചൊരു വീതി ഉണ്ടായിരുന്നു, അതിലുറപ്പുണ്ടായിരുന്നു. ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്നു. ഇതാ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചത്. ഒന്നും നഷ്ടപ്പെടാതെയും ആരെയും വേദനിപ്പിക്കാതെയും ആരിൽ നിന്നൊന്നും തട്ടിയെടുക്കാതെയും ആ വഴി നിങ്ങൾക്ക് ഈശ്വരൻ തുറന്നു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഇത്രയും കാലം ക്ഷമിച്ചു നിന്നതിൻ്റെ പാരിതോഷികങ്ങൾ സ്വീകരിക്കുക. അവഗണിച്ചവർ നിങ്ങൾക്ക് പുറകിൽ വട്ടമിട്ട് പറന്നു വരും. നിങ്ങളുടെ ഒരു ചിരിക്ക് വേണ്ടി, നിങ്ങളുടെ ഒരു നോട്ടത്തിന് വേണ്ടി അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയും നാൾ കാത്തിരുന്ന ആ വലിയ മനസ്സ് നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ക്ഷമയും യുക്തിയും നൽകിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിനെ കാത്ത് നിൽക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ നന്മ, ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയാണ്. ഒരാൾക്കും അതിൽ പങ്കില്ല. നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഈശ്വരന് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന്, ശക്തിക്ക് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിന്, നെഞ്ചുരുകിയതിന്, ആരും നെഞ്ചുരുകി ഉപദ്രവിച്ചപ്പോഴും ഒരു അന്യായത്തിനും പോകാതെ, ഒരു പകരം വീട്ടലിനും പോകാതെ പിടിച്ചു നിന്ന നിങ്ങളുടെ നല്ല മനസ്സിനുള്ളതാണ്. ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോസിറ്റീവ് എനർജി സാധിച്ചു തരും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതിൻ്റെ പടിവാതിക്കൽ നിങ്ങൾ എത്തി, ഇതാ കടന്നു വന്നിരിക്കുന്നു. ഇനി ഭയപ്പെടാനില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.